ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ത്യ USA മാച്ചിൻ്റെ ആദ്യ പകുതി പിന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ബാറ്റിംഗ് ആയിരുന്നു. ഇന്ത്യക്ക് വൻ ബാറ്റിംഗ് തകർച്ച നേരിടേണ്ടി വന്നു. അതായത് ഇഷാൻ കിഷൻ 20 റൺസും അഭിഷേക് ശർമ്മ 0 ഔട്ടായി. തുടർന്ന് ഇഷാൻ കിഷനും തിലക് വർമ്മയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ മനുഷ്യൻ്റെ വരവ്. ഷാഗ്വിക്കിൻ്റെ ആ ഒരു ഓവറാണ് ഇന്ത്യയുടെ കളി ആകെ മാറ്റിമറിച്ചത്. ആ ഓവറിൽ 3 വിക്കറ്റാണ് പിഴുതത്. ഇഷാൻ കിഷൻ, തിലക് വർമ്മ, പിന്നെ വന്ന ശിവൻ ദുബെ ഡക്കോടുകൂടി മടങ്ങേണ്ടി വരുന്നു. പിന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് പിന്നീട് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ അവസാനത്തെ വെടിക്കെട്ട് ബാറ്റിങ്ങോടുകൂടി 9 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 161 റൺസിലേക്ക് സൂര്യകുമാർ യാദവിനെ എത്തിക്കാൻ സാധിച്ചു. സൂര്യകുമാർ യാദവ് 84 റൺസാണ് അടിച്ചു കൂട്ടിയത്. റിങ്കു സിംഗിനും ഹാർദിക് പാണ്ഡ്യയ്ക്കും അക്സർ പട്ടേലിനും അർഷദീപ് സിംഗിനൊന്നും കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ വൻ ബാറ്റിംഗ് നിര എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബാറ്റിംഗ് നിരയാണ്. ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അതും ദുർബലരായ USA മുൻപിൽ. അപ്പോൾ അവരുടെ ഒരു ബോളിംഗ് സ്ട്രെങ്ത്താണ് കണ്ടത്. ആദ്യത്തെ 15 ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യ നല്ല തകർച്ചയിലായിരുന്നു. അവസാനത്തെ 5 ഓവറിൽ സൂര്യകുമാർ യാദവിൻ്റെ വെടിക്കെട്ടിലാണ് ഇന്ത്യ 150 കടന്നത്. ഇനി നമുക്ക് സ്കോർ ബോർഡ് നോക്കാം. ഇഷാൻ കിഷൻ 20 റൺസ് 16 ബോളിൽ. അഭിഷേക് ശർമ്മ ഡക്കായിരുന്നു 1 ബോളിൽ. തിലക് വർമ്മ 25 റൺസ് 16 ബോളിൽ. സൂര്യകുമാർ യാദവ് 49 ബോളിൽ 84 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. 10 4ഉം 4 6ഉം ഇതിനകത്ത് ഉൾപ്പെടും. ശിവൻ ദുബെ 0. റിങ്കു സിംഗ് 6 റൺസ് 14 ബോളിലാണ് എടുത്തിട്ടുള്ളത്. അത് ആ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യ 6 ബോളിൽ 5 റൺസും. അക്സർ പട്ടേൽ 11 ബോളിൽ 14 റൺസും. ഹർഷദീപ് 6 ബോളിൽ 4 റണ്ണും. വരുൺ ചക്രവർത്തി 0 റണ്ണൗട്ട് ആവുകയും ആയിരുന്നു. സൗരവ് നേത്രാവൽക്കർ 4 ഓവറിൽ 65 റൺസാണ് വഴങ്ങിയത്. പിന്നെ അലി ഖാൻ 2 ഓവറിൽ 13 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തി. ഷാഗ്വിക്കാണ് 4 ഓവറിൽ 25 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് പിടിച്ചെടുക്കുകയും ഇന്ത്യയെ വരിഞ്ഞ് മുറുക്കുകയും ചെയ്ത വ്യക്തി. പിന്നെ മുഹമ്മദ് മൊഹ്സിൻ 4 ഓവറിൽ 16 റൺസിന് 1 വിക്കറ്റും. ശുഭം രഞ്ജൻ 2 ഓവറിൽ 16 റൺസ്. ഹർമീത് സിംഗ് 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നില. ഇനി 162 റൺസാണ് USA ടാർജറ്റ്. USA ബാറ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.